നമ്മളങ്ങനെ ശ്രീകർക്കയിൽ യക്കർക്കയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല, ശ്രീകർക്കയിൽ നിന്ന് ഇറങ്ങിയിട്ടാളും. ശ്രീകർക്കയുടെ എൻട്രി ഇങ്ങനെയാണ്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഹോട്ടലിൽ തന്നെ നമ്മൾ സ്റ്റേ അടിച്ചത്, ഹിമാലയൻ ഹോട്ടൽ. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഉദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, ഉദ്ധം ഭയ്യ, ആളെ ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടിത്തരും. ആൾക്ക് നല്ല സ്നേഹമാണ്. 500 രൂപയ്ക്ക് റൂമൊക്കെ കിട്ടും, നല്ല ഭക്ഷണമൊക്കെ. അപ്പോൾ ശ്രീകർക്ക് വെച്ച് നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആളെല്ലാം സെറ്റ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ മെല്ലെ യക്കർക്കയ്ക്ക് മോളിൽ വഴിയാണ് യക്കർക്കയ്ക്ക്. അടിയിൽ കൂടെ അങ്ങനെ പോയാലും നമ്മൾ തിരിച്ച് മണാങ്കിനെത്തും. അപ്പം ഇനി യക്കർക്ക, തുറങ് പേടി, തുറങ് ലാ പാസ്, അതാണ് എൻ്റെ അടുത്ത എയിം. ഇന്നലെ തിരിച്ചുള്ളിലേക്ക് അടിച്ച കാരണം ഹൈറ്റ്സ് ഒന്നും ഇപ്പോൾ വലിയ കോൺഫിഡൻസ് ആയി. ഹൈറ്റ്സ് ഒന്നും വലിയ സീനില്ല. അപ്പോൾ നമ്മളിങ്ങനെ യക്കർക്കയ്ക്ക് മെല്ലെ കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർട്ട് പോലെ സീന്. അവിടാണ്. പിന്നെ ഇന്നലെ പറയണതിൽ വിട്ടുപോയതാണ് കേട്ടോ. നമ്മൾ തിരിച്ചിലേക്ക് കയറുമ്പോൾ പ്രിൻസിനെ നമ്മളിങ്ങനെ കയറിയിട്ട് ഓരോ അറ്റത്തെത്തിയിട്ട് ഒരു മലടിയും വളവുള്ളപ്പോൾ പ്രിൻസിനെ ഇങ്ങനെ ദൂരെ കാണും. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ പ്രിൻസ് പിന്നെ പോകും. സീനാണ്. പ്രിൻസ് ആ പേസ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഗ്യാങ്ങിൽ പിന്നെയും കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരുന്നത് പ്രിൻസാണ്, അതറിയാനുണ്ട്. പിന്നെ അങ്ങനെ കയറിയിട്ട് ഏതോ നേപ്പാളിയായിട്ട് എന്തോ മത്സരത്തിലൊക്കെ ആയി എന്നൊക്കെയാണ് പിന്നെ പ്രിൻസ് പറഞ്ഞത്. അത് ഇന്നലെ ഒരു 1.5 കയറ്റായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ലിലിച്ചോ ബേസ് ക്യാമ്പിൽ നിന്ന് ലിലിച്ചോ ലേക്കിലേക്ക് ഒരു 1.5-2 മണിക്കൂറൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ കയറാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ അറ്റം കാണാനില്ല. ആ പ്രിൻസാണ് ആദ്യം എത്തിയത്. അന്നത്തെ ദിവസം നമ്മളൊരു 4 മണിക്കൊക്കെ ഇറങ്ങി, 4-4:30. അന്ന് ഫസ്റ്റ് എത്തിയത് പ്രിൻസാണ്. അപ്പോൾ നമുക്കതിൻ്റെ അറ്റം കാണാനില്ല. 4-5 മണിക്കൂറൊക്കെ എങ്ങനെ കയറിയുണ്ട് ലൂപ്പിൽ കേട്ട പോലെ. പിന്നെ ഇപ്പോൾ ആൽറ്റിറ്റ്യൂഡ് സിക്നെസ് ആണോ നമുക്കിപ്പോൾ അതിൻ്റെ അറ്റം കാണാനില്ലല്ലോ എന്നൊക്കെ വേണ്ടി തിരിവായി. പക്ഷെ അങ്ങനെ എത്തിയല്ല. അവിടെ കയറുന്നതിന് മുന്നേ ഏകദേശം ഡിസ്റ്റൻസ് ടൈം എടുക്കാൻ സാധ്യതയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മളത് മാത്രം നോക്കിയില്ല ടീച്ചറിലേക്ക് തന്നെ. പക്ഷെ സീനൊന്നുമില്ല. അങ്ങനെ നമ്മളെ നേരത്തെ അവിടെ നിന്ന് കണ്ട വില്ലേജ് കേട്ടോ, നല്ല ഏൻഷ്യൻ സിവിലൈസേഷനൊക്കെ പോലെ, നല്ല യുദ്ധത്തിനൊക്കെ പണിതിട്ടോ. അല്ല അതിവിടെയുള്ള ഒരു ചെടിയാണ്. കറക്റ്റ് ശരിക്കും സ്പോഞ്ച് പോലെ അങ്ങനെ നമ്മളിന്നിപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഡിസ്കവർ ചെയ്ത് ശരിക്കും ചുറ്റിനും ഉള്ളതൊക്കെ അങ്ങനെ നോക്കി അങ്ങനെ നടക്കുക. നമ്മളിങ്ങനെ കയറുന്തോറും ചെറിയ ഓർഗാനിസങ്ങൾക്കാണ് ഈ ഡൈവേഴ്സ് ആയിട്ട് കാണുന്നത്. വെറൈറ്റി ചെറിയ പൂവും പിന്നെ കുറേ വണ്ടും തേനീച്ചകളും അങ്ങനെ. ഇവിടുത്തെ പോട്ടേഴ്സ് സീനാണ് കേട്ടോ. ഷർപ്പ ഒരു ബ്രേക്ക് അടിക്കില്ല, ഒറ്റ സ്ട്രെച്ചിൽ ഒരേ പേസിൽ അങ്ങനെ കയറി പോകും. 50-60 കിലോ ഒക്കെ വെച്ചിട്ട് സീന്.
യക്കർക്കേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഒരു സ്റ്റോപ്പിൽ നിർത്തിയതാണ്. പിന്നെ നമ്മൾ ഈ ഹൈറ്റിൽ വരുന്തോറും കൈയൊക്കെ ചോർത്ത് നിൽക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ കൈ അങ്ങനെ. ഈ മോതിരം കുറച്ച് ലൂസായിരുന്നു, ഇപ്പോൾ ഭയങ്കര ടൈറ്റായി. വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ നമ്മൾ കർക്കിയിലെത്തിയിട്ട് അവിടെ സെറ്റിലായി. ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അതാണ് കേട്ടോ നമ്മൾ വന്ന വഴി. നല്ലൊരു ഹോട്ടൽ ഇവിടെ, പക്ഷേ പൂട്ടിയിട്ടൊക്കെ. പിന്നെ ഇത് അന്നപൂർണ്ണ സർക്യൂട്ടാണ് നമ്മൾ ചെയ്യണതെന്ന് ഞാൻ 1-2 തവണയാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മളേതോ മലയുടെ ഇടയിൽ കൂടെ തിരിഞ്ഞളിക്കാണ് എന്നുള്ള രീതിക്കാണ്. ഇനി എല്ലാ വീഡിയോൻ്റെ അത് പരാമർശിക്കാം. നമ്മൾ അന്നപൂർണ്ണ സർക്യൂട്ടാണ് അടിക്കുന്നത്. ടോട്ടൽ 150-170 കിലോമീറ്റേഴ്സ് എന്തോ വരുന്ന സർക്യൂട്ട്, അന്നപൂർണ്ണ മൗണ്ടൈൻ്റെ ചുറ്റിനും ഉള്ള സർക്യൂട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കിലോമീറ്റർ ഓൾമോസ്റ്റ് 100 കവർ ചെയ്തു ഓൾറെഡി. എന്താ വെച്ചാൽ ബേസിഷാറിൽ നമ്മൾ ചാമയ വരെ ഒരു 40 കിലോമീറ്ററോ എന്തായാലും കവർ ആയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ടാക്സിയിൽ. ബാക്കി ഇപ്പോൾ ഒരു 100 എന്ന് പറഞ്ഞു വെച്ചാൽ 90 ആയിട്ടുണ്ട് എന്തായാലും. അത് സീന് അതൊന്നും ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. അതെന്തായാലും മൂട് നമ്മൾ ഓൾറെഡി 90 ആയി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ തുറങ്ങല പാസും കൂടി കവർ ചെയ്താൽ നമ്മുടെ കഴിഞ്ഞു. ഇന്നത്തേക്കിപ്പോൾ ഒരു 5 ദിവസമായി, 5-6 ദിവസമായി നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ട്. അങ്ങനെ അങ്ങനെ ഉറപ്പിച്ചു, മാർക്ക് ഉറപ്പിച്ചു. എപ്പോഴേലും ഈ വഴി അങ്ങോട്ട് യക്കർക്കേക്ക് പോയിച്ചാൽ ഈ വഴി യക്കർക്ക് പോയിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളിതാവും. 10 രൂപ വെച്ചിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ. ഷോപ്പ് നമ്മളത് ഉറപ്പിച്ചു കേട്ടോ. കുറേ നേരം ഇവിടെ തിരിഞ്ഞടിച്ച് പ്രിൻസ് അവിടെ ഒരു പഞ്ചസാര പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്ത് തിന്നണ്ടപ്പോൾ അവർ വന്നിട്ട് എന്താ വേണ്ടത് ചോദിച്ചു. അപ്പം അങ്ങനെ തുറന്നിട്ട് അപ്പോൾ അവർ തുറന്ന് അങ്ങനെ നമ്മൾ കാര്യം സാധിച്ചു. ഒരു കട്ടൻ കാപ്പി അടിച്ചു. Yeah. You are through Manang? Yes. We studied. Okay. Didn't went to Triju? No. നമ്മൾ 2 ദിവസമായിട്ട് ഒരേ മല ഹിൽസ് ഉണ്ടായിരുന്നു. Kolkata. Okay, we are from Kerala. Oh. कोलकाता आपका नाम? मेरा नाम कुशांत चक्र. Okay. Nice to meet you. Anyone? Adi Prince. Both are from Kerala. 2 ദിവസമായിട്ട് ഒരേ മലയായിരുന്നു. അപ്പോൾ ഒരു മാറി മൊത്തം. നമ്മൾ ലേശം അഡ്വഞ്ചറസ് ആയി പിടിച്ചു ഫ്രണ്ട്സേ. നമ്മൾ ആദ്യം വന്നപ്പോൾ ഒരു ചെങ്ങായിനെ കണ്ടു. ആൾ നമ്മളെ ഇറക്കാൻ നോക്കുക നല്ല 5 സ്റ്റാർ. അപ്പോൾ നമുക്ക് വാശിയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മെല്ലെ ഇങ്ങോട്ട് അടിക്ക് ഇറങ്ങി. ഇവിടെ വർക്കേഴ്സിൻ്റെ കുറേ ടെൻറ്റ് കാണാനുണ്ട്. വർക്കേഴ്സ് ഇവിടെ ടെൻറ്റ് അടിച്ച് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ
അതിൽ രണ്ടുപേരെടുത്ത് ചോദിച്ച് അവരുടെ 2 ടാർപ്പായ സെറ്റ് ചെയ്ത് നമ്മൾ മെല്ലെ അവിടെ സെറ്റ് ചെയ്യാനുള്ള ഇതിലാണ്. രാത്രി കുറച്ച് സീനാവും തണുപ്പ്, പക്ഷെ നമ്മൾ നമ്മുടെ എല്ലാ ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിലും വേണ്ടില്ല ഇന്നും അവിടെ സെറ്റ് ചെയ്തിരിക്കും. നമ്മൾ 4000 മീറ്റർ എലിവേഷനിലാണ് യക്കർക്ക. സീനൊന്നും ഇല്ലെങ്കിൽ അത് മൂടാവും. സീനൊന്നും ഇല്ലാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ. കേട്ടോ അങ്ങനെ നമ്മൾ യക്കർക്കയിൽ ടെൻ്റ് അടിച്ചിട്ട് ഇന്ന് രാത്രി കൂടാൻ നോക്കുകയാണ്. ടാസ്ക് എന്താ കിട്ടിയത് വെച്ചാൽ നമ്മളത്തെ പൈസ കഴിഞ്ഞു. നമ്മളത്തെ ഫണ്ട് ഉണ്ടായിരുന്നത് നേപ്പാളി റുപ്പി കഴിഞ്ഞു. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, പക്ഷെ നമ്മളത് ക്യാഷ് ആക്കിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞു. അപ്പോൾ നമ്മളാകെ ലോക്കായി. നമുക്കിനി നാളെയും കൂടി തുറങ് പേടി, അത് കഴിഞ്ഞിട്ട് തുടങ്ങില്ല പാസ് മുക്തിനാഥ്. എത്രയേ ഉള്ളൂ. നാളെയും മറ്റന്നേയും കൂടി ഉള്ളു ശരിക്കും, പക്ഷെ അത് എത്താനുള്ള പൈസ നമ്മുടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ യക്കർക്കയിലുള്ളത്. യക്കർക്കയിൽ നമ്മൾ ആദ്യം തന്നെ 2 ഹോട്ടലിൽ ചോദിച്ചു. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ബാങ്ക് അക്കൗണ്ടിലുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ, ഭക്ഷണം കഴിക്കാനാണ്. ഷോരൊക്കെ എന്താ പറയുക, എലവേഷൻ അനുസരിച്ച് തണുപ്പാണതിൻ്റെ ഒപ്പം മനുഷ്യന്മാരിങ്ങനെ കോൾഡായാലോ മയില്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു കഫേ കയറി വൈഫൈ ഒപ്പിച്ച് ChatGPT-യിലൊക്കെ ചോദിച്ച് എന്തെങ്കിലും വഴി നോക്കി. പക്ഷേ ടാസ്ക്കാണ്. നാട്ടിൽ നിന്ന് ബാങ്കിലൊക്കെ പോയി അത് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേയിലാണെങ്കിലും നെറ്റ് ബാങ്കിങ് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് പറ്റുന്നുണ്ട്. ഞാൻ പ്രിൻസിൻ്റെക്ക് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി 1 രൂപ, അപ്പോൾ അത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വരണ വഴിക്ക് കൊൽക്കത്തയിൽ നിന്ന് 2 ചങ്ങായിമാരെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഓരോരുത്തർ നമ്മൾ ചോദിച്ചു. എന്നുവെച്ചാൽ ടാസ്ക്കാണ് ആൾക്കാരിങ്ങനെ. ഞാൻ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നേരത്തെ പറയുന്നുണ്ടായി, നോൺ വണ്ട്സ് ടു ഹെൽപ്പ്, നോൺ വണ്ട്സ് ടു എന്താ പറയുക, എവറി വൺ ജസ്റ്റ് വാണ്ട് സിറ്റ് ബാക്ക് അല്ലേ, റിലാക്സ് കംഫർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല, എല്ലാവർക്കും ആ സാഹചര്യം വരണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ പക്ഷേ ആദ്യം നമ്മൾ കുറേ ചുപ്പ് പറഞ്ഞു കേട്ടോ, അവരുടെ നിന്ന് കിട്ടില്ല വിചാരിച്ചു. പിന്നെ നമ്മൾ സംസാരിച്ച് ഫെല്ലോ ഇന്ത്യൻസ് വേറൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരവസാനം നമ്മൾ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അവരെണ്ട് തരാമെന്ന് പറഞ്ഞു. അവരെനിക്ക് തോന്നുന്നു ഗേ കപ്പിൾസാണ്, അവരങ്ങനെ ട്രിപ്പ് അടിക്കാൻ വന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഗേ, ബൈസെക്ഷൽ, നോൺ ബൈനറി, സ്ട്രെയിറ്റ്, all are humans. as long as you're good humans അല്ലേ ഭയ്യ, as long as you're good humans it doesn't matter, we don't judge. അപ്പോൾ അങ്ങനെ ഒരു 3000 നേപ്പാളി തന്നു. നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ അടിച്ച് അപ്പോൾ കയ്യിൽ തൽക്കാലത്തേക്ക് പൈസയായി. നമ്മളെന്താ കണ്ടെന്ന് അറിയില്ല കേട്ടോ, നമ്മുടെ 300 രൂപ എന്താ ബാക്കി ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ 12 റുപ്യ തികയില്ല കേട്ടോ, കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ എന്താ നമ്മൾ എന്തൊക്കെ സാഹചര്യം എന്നാലും നമ്മൾ അടിച്ചിടുമല്ലോ, സീനൊന്നുമില്ല. കോൾഡ് പീപ്പിളാണ് കേട്ടോ, പക്ഷെ ഭയങ്കര കമേഴ്ഷ്യലൈസ്ഡ് ആയ ഒരു ട്രക്കായ കാരണേ നമ്മൾ കുറച്ച് അങ്ങനെ ഇപ്പോൾ അധികം ഫേമസ് അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചുകൂടി സ്നേഹം ഉണ്ടാവുന്നത്. നമുക്ക് ഫ്രീ വൈഫൈ തരണേന് തന്നെ അവിടുത്തെ ഒരു രീതി നമ്മളെ പറഞ്ഞയക്കാൻ നോക്കുക. ഫ്രീ ആയിട്ട് ആർക്കും അതിനെ കൊടുക്കലില്ല. അത് പറയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് കാണണം അവരുടെ മുഖത്ത്. എന്തിനാ വെറുതെ നമ്മൾ വൈഫൈ എടുത്ത് പരിപാടി കഴിഞ്ഞു. എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനെ കൂടി നാളെ തെറിക്കാനുള്ള പ്ലാനാണ് രാവിലെ നേരത്തെ. അങ്ങനെ
മൂഡ്. നമ്മളെ നെയ്ബേഴ്സ് ലൈഫ് ഇവിടുത്തെ മെയിനുണ്ടോ, ഇവിടുത്തെ മെയിൻ ഉണ്ടാവും കരിമ്പൻ ജോൺ. ഇവിടുത്തെ ആൽഫാണ്. കരിമ്പൻ നമുക്ക് പ്രൊട്ടക്ഷൻ ഇട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗുഡ് ബോയ് കണ്ട സ്റ്റാൻഡ്സ് നോക്കി. ഇവിടാണ്, ഇവിടെ നിങ്ങളുടെ ഹൈറ്റിക്ക് വരുന്നതോറും പട്ടികൾ കുറവാണ്. നെയ്ബേഴ്സ് ലോക്കൽസിനൊന്നും സീനില്ല കേട്ടോ. നമ്മളിങ്ങനെ നിൽക്കുന്നത് അവർക്കൊക്കെ സന്തോഷം, അവർക്കൊക്കെ കൗതുകം. എനിക്കാണിപ്പോൾ ഈ കാണുന്ന ഈ ഹോട്ടലുകാരൊക്കെ ചിലപ്പോൾ എന്നാൽ അവർക്കൊക്കെ ഒരു അവർക്കൊക്കെ ഒരു മടുപ്പം. ശാലുമൂടാണ് നമ്മളിവിടെ പരിപാടിയാക്കി. പൊക്കി നമ്മളങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിൽ മാഗി ഉണ്ടാക്കി കൂടി തൊമ്മനും മക്കളൊക്കെ മൂവി ടൈം പടമൊക്കെ കണ്ട് സമയം 6 മണി എന്തോ ആയിട്ടുള്ളൂ. മെല്ലെ ഉറങ്ങി. ഇനി നാളെ രാവിലെ നേരത്തെ തുറങ്ങപ്പേടി അടുത്ത പരിപാടി. ഇന്നിപ്പോൾ സേഫായി, ബാഗിലുള്ള എല്ലാ ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഇനി നാളെ നമ്മളങ്ങനെ കർക്കിന്ന് ഇറങ്ങാൻ പോകട്ടോ. നമ്മളിന്നലെ ടെൻ്റ് അടിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കിടന്നു. സീനില്ല, തണുത്തിട്ട് സീനൊന്നും കിട്ടിയില്ല. വലിയ കുഴപ്പമില്ലാണ്ട് ഉറങ്ങി. ഇന്നിപ്പോൾ എണീച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് പൊട്ടറ്റോ ഈറ്റേഴ്സ് ആയിമ്മണ് നല്ല ഉരുളക്കിഴങ്ങും സാധനമൊക്കെ അടിച്ച് ചപ്പാത്തി. ഇന്നലെ മാഗിയിലാണ് നിൽക്കണ്ടായേ. ഇന്ന് തുറമ്പേടി. ഇന്ന് ഡേ ഒരാഴ്ച ആയി തോന്നുന്നുണ്ട് നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സായി. അങ്ങനെ ഇനിയിപ്പോൾ നാളെയും കൂടിയുള്ളൂ. ഇന്ന് തുറമ്പേടി, നാളെ തുറങ്ങില്ല പാസ്, പിന്നെ അങ്ങനെ മുക്തിനാഥ്, അങ്ങനെ നമ്മൾ ഇറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ എഫിഷ്യൻ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ യക്കർക്കേന്ന് തുറങ്ങിക്കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3 മണിക്കൂർ എന്തോ ഉള്ളൂ, പക്ഷെ ചെറുതായിട്ട് സ്നോ ചെയ്യുന്നുണ്ട്. തുറങ്ങപ്പേടി എത്തിയാൽ നാളെ തുറങ്ങില്ല പാസ്, അങ്ങനെ പരിപാടി കഴിഞ്ഞു.
സംസാരിക്കുക. Not everyone can do this. We're lucky enough. അപ്പോൾ അങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. തൊറങ്പേടി സീനാണ്. നല്ല എലവേഷൻ ഗെയിൻ ഉണ്ട്. പെട്ടെന്ന് ക്ഷീണിക്കുന്നുണ്ട്. നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറാം. എന്ന് വെച്ചാൽ അങ്ങനെ അധികം ഡിസ്റ്റൻസ് ഇല്ല. ടെമ്പറേച്ചർ മൈനസിലാണ്. നല്ല തണുപ്പുണ്ട്. പിന്നെ വ്യൂ സീനാണ്. അങ്ങനെ തൊറങ്പേടി കാണാണ്ട്. തൊറങ്പേടി എത്തി. ശരിക്കും മാജിക്കലാണ് കേട്ടോ സീന്. നല്ല ഫെയറി ടെയിലൊക്കെ ഉള്ള പോലെ. നമ്മളിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് അത് തൊറങ്പേടി. തൊറങ്പേടിയിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്തു. നല്ല ഹോട്ടലുമില്ല, ഷോക്കായിരുന്നു. അപ്പോൾ തുടങ്ങില്ല ഹൈക്കാൻ പറ്റാനായി. ഇതുവരെ എത്തിയതല്ലേ. അവിടെയാണ് ശരിക്കും നമ്മളെ ടെസ്റ്റഡ് ആവാം.
കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്തി ഞാൻ. തുറങ്ങല ഹൈ ക്യാമ്പ്. തുറങ്ങല ബസ്സിന് അവസാനമുള്ള ട്രീ ഹൗസും പരിപാടിയൊക്കെയാണ് ഇവിടെ. അടുത്ത സ്റ്റോപ്പ് തുറങ്ങല പാസ്സാണ്. സ്നോയിങ് സീനാണ്. തുറങ്ങല ഹൈ ക്യാമ്പിലെത്തിയിട്ടോ. നമ്മളൊരു 10 കിലോമീറ്റർ നടന്നു. സീന് അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് കാരണം ഭയങ്കര സ്നോവും കുറച്ച് ഹാർഡ് കോർ ടെറൈനിലാണ്. ഹാർഡ് കോർ ടെറൈനിൽ കൂടെയാണ് നമ്മൾ ട്രെക്ക് ചെയ്യണത്. അപ്പോൾ ഏകദേശം സീനായി. നമ്മൾ പക്ഷെ എത്തി. സീനൊന്നുമില്ല. റൂം എടുത്തു തുടങ്ങില്ല ഹൈ ക്യാമ്പിൽ. നമ്മൾ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെറിയ ടൈറ്റാണ്, ബഡ്ജറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. നമ്മുടെ 1500 ഉണ്ട്. അപ്പോൾ എന്തായാലും റൂം കിട്ടും. ഭക്ഷണമാണ് ഒരു സീന്. അപ്പോൾ അത് പറഞ്ഞു ആളെ സീനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെന്താ വെച്ചാൽ നാളെ ഇനിയിപ്പോൾ തുറങ്ങല ഹൈപ്പാസ് സീന് അന്നപൂർണ സർക്യൂട്ടിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. ടെൻറ്റ് കൊടുക്കണമെന്ന് ഒരു 3000 നേപ്പാളി എന്നാ തരാറ്. 3000 നേപ്പാളി ഇങ്ങോട്ട് തരാമോ? തരാന്ന് പറഞ്ഞേ. വേണം പറഞ്ഞാൽ പറഞ്ഞേ നിങ്ങൾ പോണതിന് മുമ്പ് സംസാരിക്കാന്ന്. അത് കൊടുക്കാം. ടെൻറ്റ് 3000 നേപ്പാളി പറഞ്ഞാൽ ഏകദേശം 1500 കച്ചവടമാവും. തുറങ്ങല ബസ്സിൽ കച്ചവടം എന്നുവെച്ചാൽ നേപ്പാളിൽ നമുക്ക് ഏറ്റവും യൂസ് ആകും. ഇപ്പോൾ നമ്മൾ കുറച്ച് ടൈറ്റിലാണ്. തുറങ്ങല പാസ് കഴിഞ്ഞാൽ പിന്നെ മുക്തിനാഥിന്ന് പൈസ എടുക്കാം. ഇപ്പം ചെറിയ സ്റ്റക്കാണെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ സംഭവം എന്താ വെച്ചാൽ നമ്മൾ അന്നപൂർണ മൗണ്ടന് ചുറ്റും സർക്കിൾ അടിക്കുകയാണ്. അപ്പോൾ തുറങ്ങല പാസ്സാണ് ഹയസ്റ്റ് പോയിന്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഡിപ്പ്, മുക്തിനാഥ്, ജോംസോം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പൊക്ര സിറ്റിക്ക് എത്തും. വേർ വി സ്റ്റാർട്ടഡ്. അപ്പോൾ നാളെയും കൂടി മൂടി എന്താട്ടോ നമ്മൾ ഹൈ ക്യാമ്പ് തുറങ്ങല ഹൈ ക്യാമ്പ് ഇന്ന് ഉറങ്ങിയിട്ട് നാളെ എണീച്ച് പോകണം. നല്ല ഡിന്നറൊക്കെ അടിച്ച് സോയാബീനും ചോറും. എന്നിട്ട് ടാസ്ക് എന്താ വെച്ചാൽ ഫണ്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന്. അപ്പോൾ നമ്മുടെ ടെൻറ്റ് ചോദിച്ചു. ടെൻറ്റും ഫ്രണ്ട്സിൻ്റെ പേഴ്സും ടാസ്ക്. നമ്മൾ എന്നിട്ട് നമ്മുടെ കയ്യിൽ 1500 നേപ്പാളി ഉണ്ടായി. അത് പെറുക്കി കൊടുത്തപ്പോൾ 1000 നേപ്പാളി മേടിച്ചിട്ട് ടെൻറ്റ് കൊടുത്തു. അപ്പോൾ ടെൻറ്റ് എനിക്ക് പറഞ്ഞാൽ നേപ്പാളി ഒരു 3 രൂപ ഉണ്ടാവുന്നു. 3000. നമ്മുടെ ബില്ല് കൊടുത്ത 4000. പേഴ്സ് നമ്മൾ കൊടുത്തില്ല. പേഴ്സ് കുറച്ച് വില പിടിച്ച്. ഫ്രണ്ട്സിൻ്റെ കുറച്ച് പേഴ്സണലാണ്. അതൊക്കെ എങ്ങനെ ചോദിക്കുക എന്നൊക്കെ വേണ്ടിട്ട് അത് പിന്നെ അവിടെ അതെന്താ വെച്ചാൽ ഈ ഓണർ ഒരു തന്തപ്പടി ഉണ്ട് വേറെ ആളുടെ ഒപ്പം. അതാണ് ചങ്ങായിയാണ് വള്ളി. തന്തപ്പടി ടാസ്ക് ആളെ എന്നിട്ട് സമ്മതിക്കില്ല. നമ്മളെ മെല്ലെ അങ്ങനെ ഇറങ്ങി വന്നു ടെൻറ്റ് കൊടുത്തിട്ട്. ഇനിയിപ്പോൾ നാളെ പൊറിഡ്ജ് കഴിച്ചിട്ട് അങ്ങനെ തുടങ്ങില്ല പാസ് സീന്. ടുമോറോ ഇസ് ദ ഡേ. മൊത്തം 6 മണിക്കൂർ എന്തോ ട്രെക്ക്. 3 മണിക്കൂർ തുറങ്ങില്ല പാസും പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് മുക്തിനാഥ്. സീനൊന്നും ഇല്ലെങ്കിൽ തുറങ്ങില്ല പാസ് അടിച്ച് വീഡിയോ. തുറങ്ങില്ല പാസിൽ 5400 മീറ്റർ അബവ് സീ ലെവൽ. മൂടാവും.
അപ്പോൾ യെസ്